ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിൽ ഒരു കമ്മൽ ചെയ്തെടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ 3 കളറിലെ സ്റ്റോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം OHP ഷീറ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ബ്ലൂ കളറിലുള്ള ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചുറ്റും വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോൺസ് ഈ സെറാമിക് കുന്തൻ സ്റ്റോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗോൾഡൻ കവറിംഗ് ഉള്ളത്. ബാക്കി 2 കവറിംഗ് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ബ്ലൂ സ്റ്റോണിന് ചുറ്റുമായിട്ട് സെറാമിക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്രീൻ കളർ സ്റ്റോൺ ആണ് കേട്ടോ. ഈ ഗ്രീൻ കളർ സ്റ്റോണൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു 10-15 വർഷമായിട്ടേ ആയിന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അത് ഉപയോഗിച്ച് തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്താലോ എന്ന് കരുതി എടുത്തതാണ്. പെട്ടെന്നായിരുന്നു കേട്ടോ എനിക്കൊരു ഐഡിയ വന്നത്. റിപ്പബ്ലിക് ഡേ അല്ലേ വരുന്നത്, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ തീമിലൊരു കമ്മൽ ചെയ്തെടുത്താലെന്ന് പെട്ടെന്നൊരു ഐഡിയ വന്ന് ചെയ്തതാണ്. എൻ്റെ സ്റ്റോൺസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സ് തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ 3 സ്റ്റോൺസ് ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിൽ കിട്ടിയത്. മൂന്നാമത്തെ ലെയർ ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയർ ആണ് ഓറഞ്ച് കളർ. അപ്പോൾ ഇതിന്റെ സ്റ്റഡ് എങ്ങനെ വേണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു കേട്ടോ. എനിക്ക് സ്റ്റഡില്ലേ, അത് അത്ര വലുതാവുന്ന എനിക്ക് ഇഷ്ടമല്ല. ചെറിയ സ്റ്റഡാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പം അതുകൊണ്ട് സൈസ് കൂടാനും പാടില്ല, എന്നാൽ അത്യാവശ്യത്തിന് ഭംഗിയും വേണം. പല പല കോമ്പിനേഷൻസിൽ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ നടുക്ക് ഓറഞ്ച് സ്റ്റോൺ വെച്ചിട്ട് അതിന് ചുറ്റും ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഗ്രീനിന് പകരം വൈറ്റ് ആയിരുന്നെങ്കിലും നല്ലതായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മലിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണേ, സ്റ്റഡിന്റെ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഈ OHP ഷീറ്റിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസും എന്തൊക്കെയാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ആദ്യം സ്റ്റഡിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ താഴെ തന്നെ ഒരു ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റഡ് ബേസ് ഇച്ചിരി മുകളിലേക്ക് കയറ്റിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഐപ്പിൻ വെക്കാനുള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വാക്സ് ഷീറ്റിന്റെ ഒരു ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുത്തതാണത്. ഈ ഒരു ഭാഗം എത്തിയപ്പോഴേ എനിക്ക് കൈ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. തെർമോക്കോൾ കട്ടർ കൊണ്ട് കൈ മുറിഞ്ഞതാണ് കേട്ടോ. അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെയാണ് മുറിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സ്റ്റഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തതും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ മുകളിൽ ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഐപ്പിനും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴേക്ക് ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരെണ്ണം വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെച്ചത് രണ്ടും ഞാൻ കട്ട് ചെയ്യാന്നാണ് കേട്ടോ വെച്ചത്. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്താണ് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ഐപ്പിൻസ് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് വരുമ്പോൾ അത് പുറകിൽ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കില്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ കേൾക്കാട്ടോ. എൻ്റെ അനിയനോട് ഗെയിം കളിക്കുന്നതാണ് കേട്ടോ. നമ്മൾ രണ്ടാമത് ഒട്ടിച്ചു കൊടുത്ത ഐപ്പിനല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 3 ഐപ്പിൻസ് വീതമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഐപ്പിൻസ് ഒക്കെ നല്ല സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ 2 എണ്ണത്തിലും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകാൻ വെക്കാം. ഒരു 24 hours എങ്കിലും ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്ത് അസംബിൾ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. നല്ലവണ്ണം ഉണങ്ങിയില്ലെങ്കിൽ ഐപ്പിൻസ് ഒക്കെ മിസ്പ്ലേസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം മാത്രം അസംബിൾ ചെയ്യുക. ആദ്യം ഞാൻ സ്റ്റഡിലെ ഐപ്പിൻ്റെ ഐ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹാങ്ങിങ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായിട്ടോ. 24th ഈവനിങ് അല്ലെങ്കിൽ 25th മോർണിംഗ് വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കായിരിക്കും. ഇപ്പോൾ പൂച്ചക്കുട്ടന്മാരാണ് കേട്ടോ. ഓരോരുത്തർ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡ് ഹാങ്ങിങ്ങും ഇന്റർ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോറിയാൽസ് ഇട്ട് കൊടുക്കാനുള്ള ഐപ്പിൻസിൻ്റെ ഐ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓരോ ഐപ്പിൻ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ 5 ലോറിയൽസ് വീതമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3ഓ 5ഓ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 5 എടുത്തിരിക്കുന്നത്. ഞാൻ കടയിൽ പോയപ്പോൾ ഈ വെയിറ്റ് ഷേപ്പിലോ ലോറിയാൽസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണിത്. ഇതുവരെ ഈ ലോറിയാൽസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വലിയ ഹാങ്ങിങ് കമ്മലുകളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല ഇത്രയും വലിയ കമ്മലുകൾ ഇടുന്നത്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി നമ്മളുടെ ഫാമിലി വലുതായി കഴിയുമ്പോൾ ഗിവ് എവേ ഒക്കെ നടക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ആദ്യത്തെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
ആ സ്റ്റഡിൽ പച്ച സ്റ്റോണിന് പകരം വൈറ്റ് സ്റ്റോൺ വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. ആ സാരില്ല, നമുക്ക് സ്റ്റഡ് വേറെ മാറ്റി ഉണ്ടാക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരാൾ പുറകിൽ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, അവനെയും കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞ്. അപ്പോൾ അതേ നോക്കിയേ, ചാടി വന്നിട്ടുണ്ട്. ഞാൻ അകത്തിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ പണിയും നോക്കിയിരിക്കുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ കൊണ്ടുവന്നില്ലല്ലോ, അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതേ ആൾ ചെടികളുടെ ഇടയ്ക്ക് കൂടി ഇറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കമ്മൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.